കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBAയുടെ 5th സെമ്മിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എസ്സേ നമ്മൾ നോക്കുന്നത് പെർഫോമൻസ് അപ്രൈസലാണ്. മുമ്പത്തെ വീഡിയോസൊക്കെ ഷോർട്ട് ആൻസേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അത് കാണാത്തവർ അതൊക്കെ കണ്ടു നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി അയാൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളൊരു റിവ്യൂ ആണ്, ഒരു പെർഫോമൻസ് റിവ്യൂ. അതായത് അയാളുടെ പ്രകടനങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വിലയിരുത്തുന്നതാണ് എന്ത്? പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ ഫോർമൽ സ്ട്രക്ചേർഡ് പ്രോസസ് where a manager evaluates how well an employee has done their job, what their strengths and weakness are and how they can improve in the future. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ഒരു എസ്സേ ആണ്. 2024 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 2022 ചോദിച്ചിട്ടുണ്ട്, 2021 ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2023 പെർഫോമൻസ് അപ്രൈസലിൻ്റെ എസെൻഷ്യൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5 മാർക്കിനോ എസ്സേയിലോ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ ഇത് എസ്സേ രൂപത്തിൽ വരികയാണെങ്കിൽ മെത്തേഡ്സ് ചോദിക്കുകയാണെങ്കിൽ 2 തരം മെത്തേഡ് ഉണ്ട് പെർഫോമൻസ് അപ്രൈസൽ. ഒന്ന് ട്രഡീഷണൽ മെത്തേഡ്, അതായത് പഴയ മെത്തേഡ്, അതായത് ഈ എംപ്ലോയിനെ വിലയിരുത്തുന്ന പഴയ ട്രഡീഷണൽ മെത്തേഡും ഉണ്ട്, പുതിയ മെത്തേഡും ഉണ്ട്. എംപ്ലോയിനെ വിലയിരുത്തുന്നതാണ്, റിവ്യൂ ചെയ്യുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ അതിന് 2 ടൈപ്പ് ഓഫ് മെത്തേഡ് ഉണ്ട്, ട്രഡീഷണൽ മെത്തേഡും മോഡേൺ മെത്തേഡ്. അതിൽ ട്രഡീഷണൽ മെത്തേഡിനെ കുറിച്ചാണ് ആദ്യം പറയണത്. അതിലൊന്നാമത്തെ ഒരു മെത്തേഡാണ് റാങ്കിങ് മെത്തേഡ്. എന്താണ് റാങ്കിങ് മെത്തേഡ്? റാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിലത്തെ മാനേജർ എന്ത് ചെയ്യും? വെറുതെ എല്ലാ എംപ്ലോയീസിനും ഒന്ന് റാങ്ക് ചെയ്യും. നമ്മൾ ക്ലാസ് പോലെ തന്നെ ബെസ്റ്റ് പെർഫോമർ ആരാ, വേസ്റ്റ് പെർഫോമർ ആരാ, അവരുടെ മൊത്തത്തിലുള്ള ഓവറോൾ പെർഫോമൻസ് വെച്ചിട്ട് നോക്കുന്നതിനാണ് റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാനേജർ, അയാൾ ഒരു വർഗീസ്, അയാൾക്ക് 3 എംപ്ലോയീസ് ഉണ്ട്, ആശ, ബാലു, സിനി. അപ്പോൾ ഈ എന്ത് ചെയ്യും? ഈ മാനേജർ തീരുമാനിക്കുകയാണ് ആശയാണ് ബെസ്റ്റ്, ബാലു എന്ന് പറഞ്ഞ ഒരു സെക്കൻഡിൽ വരുന്നു, സിനി എന്ന് പറയുന്ന ഒരു തേർഡിലാണ്, കുറച്ച് വേസ്റ്റാണ്. അപ്പോൾ അത്തരത്തിൽ റാങ്ക് ചെയ്യുന്നതിനാണ് പറയുന്നത് റാങ്കിങ് മെത്തേഡ്. ഇൻ റാങ്കിങ് മെത്തേഡ് ദി മാനേജർ സിംപ്ലി റാങ്ക്സ് ഓൾ ദി എംപ്ലോയീസ് ഫ്രം ദി ബെസ്റ്റ് പെർഫോമർ ടു ദി വേസ്റ്റ് പെർഫോമർ ബേസ്ഡ് ഓൺ ദെയർ ഓവറോൾ കോൺട്രിബ്യൂഷൻ. ഇനി സെക്കൻഡ് വൺ ആണ് പെയേർഡ് കമ്പാരിസൺ. പെയേർഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ മാനേജർ എന്ത് ചെയ്യും? മാനേജർ കമ്പയർ ചെയ്യും. ആരെ? എല്ലാ എംപ്ലോയീസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കും, കമ്പയർ നോക്കും. ഒരു പെയർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് നോക്കുക. അതിൽ ഏറ്റവും കൂടുതലുള്ള ആളാണ് വിൻ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വർഗീസേട്ടൻ എന്ത് ചെയ്യും? ആശാനെയും ബാലുവിനെയും വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യും. അപ്പോൾ അതിൽ ആശയാണ് വിൻ ചെയ്യുക. പിന്നെ ആശനെയും സിനിനെയും വെച്ചിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അതിൽ ആശ വിൻ ചെയ്യും. പിന്നെ ബാലു, സിനി, അങ്ങനെ കമ്പയർ ചെയ്തിട്ട് അപ്പോൾ ആശക്ക് ടോട്ടൽ 2 വിൻ ചെയ്തു, ബാലു 1 വിൻ ചെയ്തു, സിനിക്ക് 0 വിന്നാണ്. അപ്പോൾ അതിലെന്താ പറയുക? അങ്ങനെയാണ് പെയേർഡ് കമ്പാരിസണിൽ ഒരു മെത്തേഡ് ഉള്ളത്. Paired comparison, the manager compares every employee against every other employee, one pair at a time. The employee who wins more comparisons gets a higher ranking. ഇതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ്. ഇനി അടുത്തതാണ് ഗ്രേഡിംഗ് സിസ്റ്റം. എന്താണ് ഗ്രേഡിംഗ് സിസ്റ്റം? ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാനേജർ എന്ത് ചെയ്യും? എല്ലാ എംപ്ലോയീസിനെയും ഒരു പ്രീ ഡിഫൈൻഡ് കാറ്റഗറീസിൽ ഗ്രേഡുകളാക്കിയിട്ട് കണക്കാക്കും. ഗ്രേഡ് A, ഗ്രേഡ് B, ഗ്രേഡ് C, അല്ലെങ്കിൽ എക്സലൻറ്റ് ഗ്രേഡ്, ഗുഡ് ഗ്രേഡ്, ആവറേജ് ഗ്രേഡ്. അവരെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഒരു ഗ്രേഡ് സിസ്റ്റത്തിലാക്കണം. അതാണ് ഗ്രേഡിംഗ് സിസ്റ്റം. ഇപ്പോൾ വർഗീസൈഡിന് 3 പേരെ 3 ഗ്രേഡിലാക്കും. A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ്. ബാലു A ഗ്രേഡിലായിരിക്കും, സിനി B ഗ്രേഡിലായിരിക്കും. അങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റം. അപ്പോൾ മാനേജർ places employees into a predefined categories or grades based on the set standard of performance is called grading system. ഇനി അടുത്തതാണ് ഗ്രാഫിക് സ്കെയിൽ. ഗ്രാഫിക് സ്കെയിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനേജർ എന്ത് ചെയ്യും? എംപ്ലോയീസിനെ വിവിധ ജോബ് ഫാക്ടേഴ്സ് അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് വർക്ക്, ടീം വർക്ക് ഓർ ഇനീഷ്യേറ്റീവ് അനുസരിച്ചിട്ട്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീസേട്ടൻ എന്ത് ചെയ്യും? ആശനെ ടീം വർക്കിൻ്റെ ബേസിൽ എന്ത് ചെയ്യും? ഒന്ന് അളന്ന് നോക്കും. അപ്പോൾ അടിപൊളി. സിനീൻ എന്ത് ചെയ്യും? പങ്ക്ച്വാലിറ്റിയുടെ ബേസിലൊന്ന്
കാറ്റഗറൈസ് ചെയ്യും. അതേപോലെ തന്നെ അടുത്ത ആളെ വേറൊരു എന്താ പറയുക ടീം വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഗ്രാഫിക് സ്കെയിൽ മെത്തേഡ് വെച്ചിട്ടും എന്ത് ചെയ്യും അളന്ന് നോക്കും. ഗ്രാഫിക് സ്കെയിൽ ദ മാനേജർ റേറ്റ്സ് ദി എംപ്ലോയി ഓൺ വേരിയസ് ജോബ് ഫാക്ടേഴ്സ് ലൈക്ക് ക്വാളിറ്റി ഓഫ് വർക്ക്, ടീം വർക്ക് ഓർ ഇനീഷ്യേറ്റീവ് യൂസിങ് എ ന്യൂമറിക്കൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് സ്കെയിൽ, എക്സാമ്പിൾ 1 to 5 ഓർ പുവർ ടു എക്സലൻറ്റ്. ഇനി അടുത്ത ഒരു മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനേജറിന് എന്ത് ചെയ്യും ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കും, അതായത് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. എന്തിനെ കുറിച്ചിട്ട്? എംപ്ലോയിയുടെ ബിഹേവിയർ, സ്വഭാവം അനുസരിച്ചിട്ട്. അതായത് സ്വഭാവം എന്ന് ഉദ്ദേശിച്ചത് അയാൾ ടൈമിന് വരുന്നുണ്ടോ, അയാൾ കംപ്ലയിൻസ് ഒക്കെ നന്നായി ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക അത്തരം കാര്യങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും അളന്ന് നോക്കും. അതിനാണ് പറയുക ചെക്ക് ലിസ്റ്റ്. ഇപ്പോൾ വർഗീസേട്ടന് എന്ത് ചെയ്യും ഈ ലിസ്റ്റ് കിട്ടും. ലിസ്റ്റ് കിട്ടിയിട്ട് അയാൾ എന്ത് ചെയ്യും ഈ ടാസ്കൊക്കെ ബാലു കംപ്ലീറ്റ് ചെയ്തോ, യെസ് ഓർ നോ, അല്ലെങ്കിൽ വർക്കേഴ്സായിട്ട് വല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടായോ, യെസ് ഓർ നോ. അങ്ങനെ യെസ് ഓർ നോ ടിക്ക് ചെയ്ത് പോകുന്നതാണ് ചെക്ക് ലിസ്റ്റ്. ദ മാനേജർ ഈസ് ഗിവൺ എ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി എംപ്ലോയി ബിഹേവിയർ like handles complaints well, അല്ലെങ്കിൽ സിംപ്ലി മാർക്സ് യെസ് ഓർ നോ നെക്സ്റ്റ് ടു ഈച്ച് വൺ ദാറ്റ് അപ്ലൈസ്. ദാറ്റ്സ് ചെക്ക് ലിസ്റ്റ്. ഇനി അടുത്തതാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ വർഗീസേട്ടൻ എന്ത് ചെയ്യും 10 പീപ്പിളുണ്ട് നമ്മുടെ എംപ്ലോയീസ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാളായിരിക്കും എന്ത് ടോപ്പ് പെർഫോമർ ആയിട്ടുണ്ടാവുക, ടോപ്പ് എംപ്ലോയി ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. പക്ഷേ വർഗീസേട്ടന് അറിയാം ആശയും ബാലും ടോപ്പ് പെർഫോമർ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഫോഴ്സ് ആവണം, അതായത് അദ്ദേഹത്തിന് ഒരാളെ ചൂസ് ചെയ്യാനുള്ള വകുപ്പുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും ബാക്കിയുള്ള 2 പേരെയും ഒരു ആവറേജ് കാറ്റഗറിയിൽ ഇട്ടിട്ട് ബാലുവിനെ ടോപ്പിൽ വെക്കും. അതാണ് ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. ദി മാനേജർ മസ്റ്റ് പ്ലേസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയീസ് ഇൻ ടു എ പ്രീസെറ്റ് പെർഫോമൻസ് കാറ്റഗറീസ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദാറ്റ് പെർസെൻറ്റേജ് ട്രൂലി മാച്ചസ് ദി ടീംസ് പെർഫോമൻസ്. അതായത് ട്രൂലി മാച്ച് ആവണമെന്നില്ല, പക്ഷേ ഒരു ആളെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും ടോപ്പ് പെർഫോമറായിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. ഇനി അടുത്തതാണ് ക്രിട്ടിക്കൽ മെത്തേഡ്സ്. ക്രിട്ടിക്കൽ മെത്തേഡ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാനേജറായ വർഗീസേട്ടൻ എന്ത് ചെയ്യും ബാലുവിനെ കുറിച്ചിട്ട് ഒരു ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ബാലു ഒരു വലിയൊരു മേജർ എറർ വന്നത് റിപ്പോർട്ടിൽ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ട നേരത്ത് ഒരു മേജർ എറർ വന്നത് ബാലു എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്തു. അത് പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുമ്പ് അത് കറക്റ്റ് ചെയ്തു. അപ്പോൾ ബാലുവിനെ കുറിച്ച് അതൊരു എക്സലൻറ്റ് ഇൻസിഡൻ്റാണ്, എക്സലൻ്റ് ആയിട്ടാണ് ബാലു അതിൽ പെർഫോം ചെയ്തത്. പക്ഷേ വേറൊരു മാസം ഓഗസ്റ്റ് മാസത്തിൽ ബാലു എന്ത് ചെയ്തു ക്രിട്ടിക്കൽ ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് ബാലു ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതൊരു പൂവർ ഇൻസിഡൻ്റാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും ത്രൂ ഔട്ട് മൊത്തം ഇയറിൽ ഓരോ എക്സ്ട്രാ ഓർഡിനറി എക്സാമ്പിൾസ് വെച്ചിട്ട് മാനേജർ എന്ത് ചെയ്യും ഒന്ന് അളന്ന് നോക്കും. അതാണ് critical incident method. The manager keeps a running log throughout the year of specific extraordinary examples of an employee's performance, both exceptionally good and extremely poor. രണ്ടും എടുക്കും, എക്സെപ്ഷണലി ഗുഡ് ആയിട്ടുള്ളത് എടുക്കും, എക്സ്ട്രീംലി പുവർ ആയിട്ടുള്ളത് എടുക്കും. അതിനാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫീൽഡ് റിവ്യൂവിൽ എന്താ പറയണത്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർഗീസേട്ടിൻ്റെ മേലെ ഉള്ളൊരു സൂപ്പർവൈസർ HR സ്പെഷ്യലിസ്റ്റ് ലീല ചേച്ചി വന്നിട്ട് വർഗീസേട്ടിനെ മീറ്റ് ചെയ്തിട്ട് പറയുകയാണ് എല്ലാ എംപ്ലോയീസിൻ്റെ ഇതൊക്കെ എടുക്കുക ഞാൻ നോക്കട്ടെ, എന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ വർഗീസേട്ടിനോട് ചോദിക്കും. എങ്ങനെയുണ്ട് ബാലു പെർഫോം ചെയ്തത്, എങ്ങനെയുണ്ട് ആശ പെർഫോം ചെയ്തത്, എന്താണ് അവരെ വർക്ക് ഹാബിറ്റ്, എന്താണ് അവരെ പൊട്ടൻഷ്യൽ, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ലീല HR സ്പെഷ്യലിസ്റ്റ് ഗ്യാദർ ചെയ്തിട്ട് എന്ത് ചെയ്യും ഒരു ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കും വർഗീസേട്ടൻ പറഞ്ഞ ആ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട്. അതിനാണ് പറയുക ഫീൽഡ് റിവ്യൂ. ദ മാനേജർ ഓർ എ സ്പെഷ്യലിസ്റ്റ് ഫ്രം ദി HR ഡിപ്പാർട്ട്മെൻറ്റ് ഓർ അനദർ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർവ്യൂസ് ദി എംപ്ലോയീസ് ഡയറക്റ്റ് സൂപ്പർവൈസർ ടു ഗ്യാദർ ഇൻഫർമേഷൻ ആൻഡ് ക്രിയേറ്റ് ആൻ അപ്രൈസൽ റിപ്പോർട്ട്. ഇതിനാണ് ഫീൽഡ് റിവ്യൂ എന്ന് പറയുന്നത്. മാനേജറിൻ്റെ മേലെയുള്ള HR സ്പെഷ്യലിസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്യും ഈ എംപ്ലോയീസായിട്ട് ഡയറക്റ്റായിട്ട് നിൽക്കുന്ന സൂപ്പർവൈസറിനെ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇൻഫർമേഷനൊക്കെ ഗ്യാദർ ചെയ്തിട്ട് എന്ത് ചെയ്യും ഒരു അപ്രൈസൽ റിപ്പോർട്ട് ഉണ്ടാക്കും. അതാണ് ഫീൽഡ് റിവ്യൂ. ഇനി അടുത്തത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞതാണ് ഭയങ്കര സീക്രറ്റായിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർഗീസേട്ടൻ എന്ത് ചെയ്യും വർഗീസേട്ടന് നമ്മുടെ സിനിനെ കുറിച്ചിട്ട് മൊത്തത്തിൽ കഴിഞ്ഞ കൊല്ലം നടന്ന സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എസ്സേ പോലെ എന്ത് ചെയ്യും
എഴുതി വെക്കും. സിനിക്ക് വേണ്ട ട്രെയിനിങ് അല്ലെങ്കിൽ ഡെഡ് ലൈൻസ് മിസ്സാവണ കുറച്ച് ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ടാവില്ല ഒരാളെക്കുറിച്ച്, ഒരു എംപ്ലോയിനെ കുറിച്ചിട്ട്. അതൊക്കെ എന്ത് ചെയ്യും, ഒരു എസ്സേ പോലെ റിപ്പോർട്ട് എന്ത് ചെയ്യും ഉണ്ടാക്കിയിട്ട് അവരുടെ പേഴ്സണൽ റെക്കോർഡിൽ എന്ത് ചെയ്യും എടുത്തു വെക്കും. പക്ഷേ സിനിയായിട്ട് ഷെയർ ചെയ്യില്ല. അതിനെയാണ് പറയുന്നത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. അങ്ങനെ ഒന്ന് വിലയിരുത്തിയിട്ട് എടുത്തു വെക്കണതിനാണ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഈസ് എ റിട്ടൺ നറേറ്റീവ് ഡിസ്ക്രൈബിംഗ് ദി എംപ്ലോയീസ് പെർഫോമൻസ്, സ്ട്രെങ്ത്സ്, വീക്ക്നെസ് ആൻഡ് പൊട്ടൻഷ്യൽ, ഈസ് പ്രിപ്പയർഡ് ബൈ ദി മാനേജർ ആൻഡ് ഈസ് യൂഷ്വലി കെപ്റ്റ് സീക്രറ്റ്, ഷെയർഡ് ഓൺലി വിത്ത് HR ഓർ ഹയർ മാനേജ്മെൻറ്റ്. ദിസ് ഈസ് കോമൺ ഇൻ ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ്. ഗവൺമെൻറ്റിലും പബ്ലിക് സെക്ടേഴ്സിലും ആണ് അവിടുത്തെ എംപ്ലോയീസിനാണ് ഇത് കൂടുതൽ എന്ത് ചെയ്യണത്, ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കി എടുത്തു വെക്കുന്നത്. ഇനി അടുത്തതാണ് ഫ്രീ എസ്സേ മെത്തേഡ്. ഫ്രീ എസ്സേ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മാനേജർ എന്ത് ചെയ്യും, വെറുതെ ഇപ്പോൾ വർഗീസിന് വേട്ടനൊരു പേപ്പർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് ഷീറ്റ് കൊടുത്തിട്ട് പറയാണ് ആഷയുടെ പെർഫോമൻസിനെ കുറിച്ചൊന്ന് എഴുതുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫ്യൂ പാരഗ്രാഫ്സ് എഴുതും. ആഷയുടെ ലീഡർഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു സ്കിൽസിനെ കുറിച്ചോ, പ്രത്യേകിച്ച് റേറ്റിങ്ങോ ചെക്ക് ബോക്സോ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ റഫായിട്ട് എഴുതി പോണതിനാണ് ഫ്രീ എസ്സേ മെത്തേഡ് എന്ന് പറയുന്നത്. ദി മാനേജർ റൈറ്റ്സ് എ നോൺ structured narrative description detailing the employee's overall performance. There is no fixed form of rating scale, just a few paragraphs of text. ഇനി അടുത്തതാണ് ഗ്രൂപ്പ് അപ്രൈസൽ. ഗ്രൂപ്പായിട്ടൊന്ന് റിവ്യൂ ചെയ്യണതാണ് ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആഷയുടെ അപ്രൈസൽ എങ്ങനെയാണ്, ഒരു കമ്മിറ്റി കൂടിയിട്ടാണ് കണ്ടക്ട് ചെയ്യണത്. അതിൽ വർഗീസേട്ടനുണ്ടാവും മാനേജറായിട്ട്, ലീല HR സ്പെഷ്യലിസ്റ്റ് ആയിട്ടുണ്ടാവും, പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ഒരു ഹെഡ് ഉണ്ടാവും. അവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, അവർ ഫൈനൽ റേറ്റിംഗ് കൊടുക്കും. അതിനാണ് പറയുക ഗ്രൂപ്പ് അപ്രൈസൽ. ദി എംപ്ലോയീസ് പെർഫോമൻസ് ഈസ് ഇവാലുവേറ്റഡ് ബൈ എ പാനൽ ഓർ കമ്മിറ്റി ഓഫ് മാനേജേഴ്സ്. ദി കമ്മിറ്റി ഡിസ്കസസ് ദി പെർഫോമൻസ് ആൻഡ് കംസ് ടു എ കോൺസെൻസസ്. ഇനി അടുത്തതാണ് ലാസ്റ്റ് വൺ, കമ്പാരിറ്റീവ് ഇവാലുവേഷൻ. കമ്പാരിറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മെത്തേഡല്ല, ഒരു ജനറൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് എന്ത് ചെയ്യും, റാങ്കിങ് മെത്തേഡ് യൂസ് ചെയ്യും, പെയ്ഡ് കമ്പാരിസൺ യൂസ് ചെയ്യും, ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും, ഒരു മിക്സ്. അപ്പോൾ ഇതിൽ വർഗീസേട്ടൻ എന്ത് ചെയ്യും, ഇപ്പോൾ ആഷയുടേത് ഒന്ന് എടുക്കുകയാണെങ്കിൽ റാങ്കിങ് മെത്തേഡ് എടുക്കും. അപ്പോൾ ആഷനൊന്ന് ടോപ്പിലാക്കി വെക്കും. അപ്പോൾ അത്തരത്തിൽ മിക്സായിട്ട് വരുന്നതാണ് എന്ത്, കമ്പാരിറ്റീവ് ഇവാലുവേഷൻ. This is a general term covering methods that compare one employee's performance against others. അപ്പോൾ ഇതാണ് പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ്സ്. അതിൽ ആദ്യത്തെ മെത്തേഡായ ട്രഡീഷണൽ മെത്തേഡിലത്തെ ടെക്നിക്സാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഇത് 12 എണ്ണം ഉണ്ട്. ഇത് 12 എണ്ണം പഠിക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. കാരണം ഇത് 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് 2024-ലും 2022-ലും 2021-ലും ചോദിച്ചിട്ടുണ്ട്. അപ്പം മേ ബി ചോദിക്കാം. 23-ൽ പെർഫോമൻസ് അപ്രൈസലിൽ വേറെ സെക്ഷനിൽ നിന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്തത് ഇതിലത്തെ തന്നെ തീർന്നിട്ടില്ല, മോഡേൺ മെത്തേഡ് ഒരു 5 മെത്തേഡ് ഉണ്ട്, അതും കൂടി നോക്കാം. അപ്പോൾ മോഡേൺ മെത്തേഡിലെ ആദ്യത്തെ മെത്തേഡാണ് അസസ്മെൻറ്റ് സെൻറ്റർ. അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എംപ്ലോയിയുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ. അതായത് അദ്ദേഹം ആ എംപ്ലോയി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള വിലയിരുത്തുന്നതിനാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിലുള്ള മെത്തേഡുകളാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് മെത്തേഡ് ട്രഡീഷണൽ മെത്തേഡാണ്. അതായത് പണ്ടത്തെ ടൈപ്പ് മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്, ആ 12 എണ്ണം. ഇപ്പോൾ പുതിയ മെത്തേഡുകളുണ്ട്, അതാണ് മോഡേൺ മെത്തേഡ്. അതിലത്തെ ആദ്യത്തെ മെത്തേഡാണ് അസസ്മെൻറ്റ് സെൻറ്റർ. അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർഗീസേട്ടനായിരുന്നല്ലോ അവിടുത്തെ മാനേജർ. ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, സീനിയർ മാനേജർ റോളിലേക്ക് ഒന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, അത് അദ്ദേഹത്തിനെ ഒന്ന് വിലയിരുത്തണമെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അസസ്മെൻറ്റ് സെൻറ്ററിൽ 2 ദിവസം ചിലവഴിക്കും. അവിടെ എന്താ സംഭവിക്കുക, ഈ അസസ്മെൻറ്റ് സെൻറ്ററിൽ അദ്ദേഹം എന്ത് ചെയ്യേണ്ടി വരും, മോക്ക് ടീം മീറ്റിംഗ് നടത്തേണ്ടി വരും. അതേപോലെ തന്നെ അർജൻറ്റായിട്ടുള്ള ഇമെയിലുകൾ, ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഒരുതരം ബാസ്ക്കറ്റ് എക്സസൈസ് എന്ന് പറയും.
എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഈ വർഗീസേട്ടൻ്റെ മേലുള്ള ബാക്കിയുള്ള 3 സീനിയർ മാനേജർ എന്ത് ചെയ്യും, വർഗീസേട്ടനൊന്ന് ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്തിട്ട് തീരുമാനിക്കും അദ്ദേഹത്തിന് ഈ ലീഡർഷിപ്പ് ഉണ്ടോ, അദ്ദേഹത്തിന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് എന്ത്, അസസ്മെൻറ്റ് സെൻറ്റർ. അസസ്മെൻറ്റ് സെൻറ്റർ ഈസ് നോട്ട് എ പ്ലേസ് ബട്ട് എ സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ് എക്സസൈസസ് ആൻഡ് സിമുലേഷൻസ് ഹെൽഡ് ഓവർ എ ഫ്യൂ ഡേയ്സ്. അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിൽ പോയിട്ട് ഇരിക്കുന്നതല്ല, ആക്ച്വലി അവിടെ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് എക്സസൈസസ് ആൻഡ് സിമുലേഷൻ ഹെൽഡ് ഓവർ എ ഫ്യൂ ഡേയ്സ്. ദ എംപ്ലോയി ഈസ് ഒബ്സർവ്ഡ് ബൈ എ ടീം ഓഫ് ട്രെയിൻഡ് assessors while they complete tasks like group discussions, role playing and presentations. It's mainly used to assess potential for future roles. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഇപ്പോൾ ഒരു മാനേജറായിട്ടുള്ള വർഗീസേട്ടനെ സീനിയർ മാനേജറായിട്ട് എടുക്കണോ വേണ്ടയോ, അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ കഴിവുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അസസ്മെൻറ്റ് സെൻറ്റർ. ഇനി അടുത്ത ടെക്നിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, HRA. അക്കൗണ്ടിങ് തന്നെ പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, കണക്കെടുപ്പ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വർഗീസേട്ടനും HR ടീമും കൂടിയിട്ട്, ലീലയാണ് നമ്മൾ പറഞ്ഞ HRൻ്റെ ഹെഡ്, ഇവർ 2 പേരും കൂടി ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എംപ്ലോയിനെ എടുത്തിട്ട് അദ്ദേഹം ഈ കമ്പനിയിൽ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടുള്ള ശമ്പളം എത്രയെന്ന് കണക്കാക്കും, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ട്രെയിനിങ് എത്രയെന്നോ അതിനും നമ്മൾ എത്ര കാശ് ചിലവാക്കി എന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അവരിത് മെഷർ ചെയ്തിട്ട് വേറൊരു കാര്യം കൂടി നോക്കും, ഈ എംപ്ലോയി ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എത്ര പുതിയ ക്ലയൻറ്റിനെ കൊണ്ടുവന്നു. അങ്ങനെ ഇത് മൊത്തത്തിലൊരു കണക്കെടുപ്പ് എടുത്തിട്ട് ഫിനാൻഷ്യലി അവരെന്ത് ചെയ്യും, ഇതിനൊന്ന് കണക്കെടുപ്പെടുക്കും. എന്നിട്ട് നോക്കും ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്രയാണ് കമ്പനിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട്, ഫിനാൻഷ്യലി. അങ്ങനെ എടുത്ത് നോക്കുന്ന ഒരു മെത്തേഡാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, HRA. ഈ മെത്തേഡിൽ കൂടെ എന്ത് ചെയ്യും, പെർഫോമൻസ് അപ്രൈസൽ നോക്കും. പെർഫോമൻസ് അപ്രൈസൽ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് HRA മെത്തേഡ് views employees as a financial asset to the company. It tries to calculate the monetary value an employee adds by comparing the cost of investing in them, salary, training, against the economic benefit or revenue they bring in. അതായത് ആ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കമ്പനി എത്ര ചിലവാക്കി, സാലറി ആയിട്ടും ട്രെയിനിങ് ആയിട്ടൊക്കെ കമ്പനി എത്ര ചിലവാക്കി എന്നുള്ളതും, പകരം ഈ എംപ്ലോയി നമ്മുടെ കമ്പനിക്ക് കൊണ്ടുവന്നിട്ടുള്ള ബെനിഫിറ്റ്, എക്കണോമിക് ബെനിഫിറ്റ്, സാമ്പത്തിക ബെനിഫിറ്റ് എന്താണെന്നുള്ളതും കൂടിയിട്ടൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുമ്പോഴാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് HRA മെത്തേഡ് യൂസ് ചെയ്യണത്. ഇനി അടുത്തതാണ് ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ്, BARS. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ, സ്വഭാവം. അതായത് ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ക്ലയൻറ്റിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു ആ ഒരു ക്യാരക്ടർ. അതായത് അദ്ദേഹത്തിൻ്റെ ആ എംപ്ലോയിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ്, എങ്ങനെ ക്ലയൻറ്റിനെ മാനേജ് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു റേറ്റിംഗ് സ്കെയിൽ വെച്ചിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ 1 to 7 അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു ബിഹേവിയറിനെയാണ് പറയുന്നത് ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ്. ഇപ്പോൾ വർഗീസേട്ടന് ക്ലയൻറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് ഒരു 6 റേറ്റ് കൊടുത്തു. അങ്ങനെ റേറ്റ് ചെയ്യുന്നതിനാണ് ബിഹേവിയർലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അപ്രൈസൽ ബൈ MBO. MBO എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇതിലെന്താ വരുന്നത്, ഇതിൽ മാനേജറും എംപ്ലോയിയും കൂടിയിട്ട് ജോയിൻ്റ് ആയിട്ട് നിന്നിട്ട് അവർക്കൊരു ഗോൾസ് ഉണ്ടാവും, ലക്ഷ്യങ്ങളുണ്ടാവും. അതായത് കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർഗീസേട്ടനും ബോസും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, തീരുമാനിക്കുകയാണ്, കൊല്ലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തീരുമാനിക്കുകയാണ്, നമ്മൾക്ക് എന്ത് വേണം, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടണം. ഈ കൊല്ലം അവസാനിക്കുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യണം, ഇത്ര ശതമാനം, 80% നമുക്ക് 90% എത്തിക്കണം. അങ്ങനെ ഇയർ എൻഡ് ആകുമ്പോൾ, കൊല്ലം അവസാനിക്കാറാവുമ്പോൾ ഈ അപ്രൈസൽ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഒരു ഫൈനൽ സ്കോർ കണ്ടുപിടിക്കുക. അതായത് 90% മേലോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറച്ച് ലക്ഷ്യങ്ങളും ഗോൾസും ഒക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവർ ജോയിൻ്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രൈസലാണ് അപ്രൈസൽ ബൈ MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ദി മാനേജർ ആൻഡ് ദി എംപ്ലോയി ജോയിൻ്റ്ലി സെറ്റ് ക്ലിയർ മെഷറബിൾ ഗോൾസ് or objectives at the start of the year. The performance review is straightforward comparison of the employee's actual results against those pre-agreed
ടാർഗറ്റ്സ്. പ്രീ അഗ്രി ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ മുന്നേ നിശ്ചയിച്ചിട്ടുള്ള ടാർഗറ്റ്. നമ്മൾ 80% 90% പോകണം കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ. അതായത് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ 80% കൊടുക്കുന്നത് 90ലേക്ക് എത്തിക്കണം എന്ന് ഒരു ടാർഗറ്റ് പ്രീ അഗ്രീഡ് മുന്നേ നിശ്ചയിച്ചുള്ള ഒരു ടാർഗറ്റ് അവർ തീരുമാനിക്കുന്നു. പക്ഷേ കൊല്ലം അവസാനമാകുമ്പോൾ അതിൻ്റെ ആക്ച്വൽ റിസൾട്ട്സ് നോക്കും. എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നതാണ് എന്ത് അപ്രൈസൽ ബൈ MBO. ഇനി അടുത്തതാണ് സൈക്കോളജിക്കൽ അപ്രൈസൽ, ലാസ്റ്റ് വൺ. സൈക്കോളജിക്കൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ജനറലി കണ്ടക്ട് ചെയ്യുന്നത്? സൈക്കോളജിസ്റ്റോ സ്പെഷ്യലിസ്റ്റോ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വർഗീസ് ഏട്ടനെ സീനിയർ റോളിലേക്ക് മാനേജറായിട്ട് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സൈക്കോളജിസ്റ്റ് വന്നിട്ട് ഒരു 2 hour സെഷൻ വെക്കും. 2 മണിക്കൂറിൽ എന്ത് ചെയ്യും? ഈ സൈക്കോളജിസ്റ്റ് വർഗീസിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റീനെ എങ്ങനെയൊക്കെയാണ് ക്ലൈൻ്റായിട്ടൊക്കെ മാനേജ് ചെയ്ത് പോകുക എന്നുള്ളത്. അങ്ങനെ അവസാനം ഈ 2 മണിക്കൂറിൻ്റെ സെഷൻ കഴിയുമ്പോൾ സൈക്കോളജിസ്റ്റ് ഫൈനലി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് HR കൊടുക്കും. HR ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി, ഈ HR കൊടുത്തിട്ട് അതിൽ ഈ സൈക്കോളജിസ്റ്റ് പറയും വർഗീസ് റെഡിയാണോ, അച്ചീവ് ചെയ്തുവോ, പ്രൊമോഷൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടോ, അദ്ദേഹം ഹൈലി മോട്ടിവേറ്റഡ് ആണോ എന്നൊക്കെയുള്ള ആ ഒരു റിസൾട്ട് ആരാണ് കൊടുക്കുക? സൈക്കോളജിസ്റ്റാണ് കൊടുക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക? വർഗീസിനെ സീനിയർ റോളിലേക്ക് പോകണോ, മാനേജറായിട്ട് എടുക്കണോ വേണ്ടിയോ പ്രൊമോഷൻ കൊടുക്കണോ എന്ന് തീരുമാനിക്കുക. സൈക്കോളജിക്കൽ അപ്രൈസൽ, ദിസ് മെത്തേഡ് ഈസ് യൂഷ്വലി ഡൺ ബൈ എ ട്രെയിൻഡ് സൈക്കോളജിസ്റ്റ് ഓർ എ സ്പെഷ്യലിസ്റ്റ്. ഇറ്റ് യൂസസ് ഇൻ-ഡെപ്ത് ഇൻ്റർവ്യൂസ്, projective test and analytical tools to assess an employee's emotional, intellectual and motivational traits to predict their future potential and fit for higher or specialized roles. ഇനി ഒരെണ്ണം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. 360-degree ഫീഡ്ബാക്ക്. എന്താണ് 360-degree ഫീഡ്ബാക്ക്? 360-degree ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 360 എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തത്തിൽ എല്ലാവരിൽ നിന്നും എന്ത് ചെയ്യും? പെർഫോമൻസ് ഡാറ്റ കളക്ട് ചെയ്യും. എവിടെ നിന്നൊക്കെ? സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നാവാം, സൂപ്പർവൈസേഴ്സിൽ നിന്നാവാം, ടീം മെമ്പേഴ്സിൽ നിന്നാവാം, കസ്റ്റമേഴ്സിൽ നിന്നാവാം, പിയേഴ്സ് എന്ന് പറഞ്ഞാൽ കൊളീഗ്സിൽ നിന്ന്, കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നാവാം, എന്തിന് സ്വന്തത്തിൽ നിന്ന് വരെ, സെൽഫ് വരെ എന്ത് ചെയ്യും? ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. അങ്ങനെ എല്ലാവരിൽ നിന്നും ഇപ്പോൾ കസ്റ്റമർ പറയുന്നു ഓക്കെ ഇപ്പോൾ വർഗീസായിട്ടിന് മാനേജർ റോളിലേക്ക് സീനിയർ മാനേജർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് അപ്രൈസൽ എടുക്കുമ്പോൾ കസ്റ്റമർ പറയാണ് വർഗീസ് അടിപൊളിയാണ്, പക്ഷെ ചില സമയത്ത് സാധനം പ്രൊഡക്റ്റൊക്കെ ഡെലിവറി ചെയ്യാൻ കുറച്ച് ടൈം എടുക്കാറുണ്ട്, ഹാൻഡ്ലിങ് ടൈം കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല റിവ്യൂ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സൂപ്പർവൈസർ നല്ലൊരു കാര്യം പറയുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ റിവ്യൂസ് എല്ലാവരിൽ നിന്നും മൊത്തത്തിൽ നിന്നും എടുത്ത് റിവ്യൂസൊക്കെ എടുത്തിട്ട് സെൽഫായിട്ടും എന്താ പറയുക, വർഗീസ് തന്നെ സ്വന്തത്തിൽ എഴുതും ഞാൻ സെൽഫായിട്ട് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അങ്ങനെ മൊത്തത്തിൽ എടുത്തിട്ട് ചെയ്യുന്നതിനാണ് 360-degree ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. 360-degree feedback is a performance appraisal method where an employee receives confidential and anonymous feedback from all the people they work with. Instead of just the manager, feedback comes from full circle of sources. അത് കോൺഫിഡൻഷ്യലും ആയിരിക്കും, അനോണിമസും ആയിരിക്കും, സീക്രട്ട് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ മെത്തേഡ്സ്, ടെക്നിക്സ്. അത് ട്രഡീഷണൽ മെത്തേഡും ഉണ്ട്, മോഡേൺ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇത് essay ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇനി അടുത്ത ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇത് 2023 10 മാർക്കിൻ്റെ essay ആയിട്ട്, ലോങ് essay ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? HRM എന്നും ചോദിക്കാം. ഇത് essay ആയിട്ട് 2023 വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് essay ആയിട്ട് 5 മാർക്കിനും വരാം. എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ HRM എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി വെബ് ബേസ്ഡ് ടെക്നോളജി, അതായത് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറോ ആപ്പോ ഇൻ്റർനെറ്റോ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് HRM. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് രീതിയിൽ യൂസ് ചെയ്യുന്ന HRM ആണ് HRM. എന്താണ് HRMൻ്റെ ഗോൾസ്? എന്താണ് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവും ഒരു കമ്പനിയിൽ, റുട്ടീനായിട്ട് ചെയ്തു വരേണ്ട ടാസ്ക്, അതൊക്കെ എന്താവും? ഓട്ടോമേറ്റഡ് ആവും. അതായത് പേപ്പർ വർക്കൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ശമ്പളമൊക്കെ കൊടുക്കുന്നത് പണ്ടത്തെ രീതിയിലാണെങ്കിൽ വിളിച്ച് പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരിയായി നിർത്തി കാശ് എണ്ണി കൊടുക്കുന്നത്. HRM വരുന്നതോടെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സിസ്റ്റമാവും. സിസ്റ്റത്തിൽ വരുമ്പോൾ എന്താവും? ക്യാഷ്
നമ്മുടെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ഒക്കെ എന്താ പറയുക ടെക്നോളജി ബേസ് ചെയ്തിട്ട് IT റിലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഈ HRM എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഓട്ടോമേറ്റ്സ് ദി റുട്ടീൻ ടാസ്ക്സ് ആൻഡ് റെഡ്യൂസ് പേപ്പർ വർക്ക്. എക്സാമ്പിൾ ഓട്ടോമേറ്റഡ് പേറോൾ. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ്, ഇത് അഡ്വാൻറ്റേജസ് ആയിട്ടാണ് മുമ്പ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ. അഡ്വാൻറ്റേജസ് ബെനിഫിറ്റ്സ് ഒക്കെ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ എഴുതാൻ പറ്റും. ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അലൗസ് എംപ്ലോയീസ് ആൻഡ് മാനേജേഴ്സ് ടു ആക്സസ് ആൻഡ് അപ്ഡേറ്റ് ദെയർ ഇൻഫർമേഷൻ എനി ടൈം എനിവെയർ. എവിടെ നിന്നിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഇപ്പോൾ അവർക്കൊരു ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡെയിലി ഇപ്പോൾ അറിയുന്ന കാര്യങ്ങളാണ്. അല്ലേ, നമുക്ക് എവിടെ നിന്നിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. മറ്റ് പണ്ടത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസർ പോയി ആ ഓഫീസിൽ കയറി ചെന്ന് അവിടുത്തെ കമ്പ്യൂട്ടർ തുറന്ന് ചെയ്ത് സിസ്റ്റം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആക്കിയതോട് കൂടിയിട്ട് എല്ലാവർക്കും എവിടെ നിന്നിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് വൺ ഈ HRMൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ലക്ഷ്യം. ഇനി മൂന്നാമത്തത് ടു ഗീവ് HR സ്റ്റാഫ് ടൈം ടു ഫോക്കസ് ഓൺ സ്ട്രാറ്റജിക് വർക്ക് ലൈക്ക് ടാലൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്സ്. HR സ്റ്റാഫുകൾക്ക് എന്തുമേ ഫോക്കസ് ചെയ്യാൻ പറ്റും? സ്ട്രാറ്റജിക് വർക്ക്. സ്ട്രാറ്റജിക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോങ് ആയിട്ടുള്ള നമ്മൾക്ക് കൂടുതൽ കാലങ്ങൾക്ക് ലോങ് പീരീഡിനുള്ള കാഴ്ചപ്പാടാണ് സ്ട്രാറ്റജിക്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് മൈൻഡിൽ നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് സ്റ്റോറി എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ സിസ്റ്റത്തിനനുസരിച്ചുള്ള ട്രഡീഷണൽ HRMൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ മേരി ആണെങ്കിൽ മേരി എന്ത് ചെയ്യും? ഫയൽസൊക്കെ ഓഫീസിൽ എടുത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് പോകും. ഇപ്പോൾ മാനേജറിന് എന്തെങ്കിലും ഒരു ഫയൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മേരീനെ വിളിക്കണം, പിന്നെ വന്നിട്ട് ഫയൽ എടുത്ത് തരാൻ പറയണം. പക്ഷെ നമ്മുടെ ഈ HRM വരുമ്പോൾ, ഇലക്ട്രോണിക് HRM വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സെൽഫ് സർവീസ് പോർട്ടൽ ഉണ്ടാവും. മാനേജർ വിളിക്കും, പറയും നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയും. ഉടനെ മേരി എന്ത് ചെയ്യും? അതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഉടനെ മാനേജർ അത് ഉടനെ ഓൺലൈൻ പോർട്ടലിൽ കൂടെ കിട്ടുന്നു. ഇതാണ് ഈ HRMൻ്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോകും. അതേപോലെ തന്നെ ഇപ്പോൾ പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ത് ചെയ്യും? പേപ്പർ സ്ലിപ്പായിരിക്കും കൊടുക്കുക കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ഈ HR വരുമ്പോൾ എന്താവും? ഓട്ടോമേറ്റഡ് സിസ്റ്റം ആവും. എംപ്ലോയീസിന് ഇപ്പോൾ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സോ ഹെൽത്ത് ഇൻഷുറൻസോ എല്ലാം ആപ്പിൽ കൂടെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡിജിറ്റൽ പേ സ്ലിപ്സ് എല്ലാം അയക്കുന്നത് ഈ HRMൽ കൂടെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ HRM ബെനിഫിറ്റ് ആവുന്നത്. ഇനി നമുക്ക് സെറ്റ് ഓഫ് അഡ്വാൻറ്റേജസ് ഓരോന്നായിട്ട് നോക്കി പോവാം. ഫസ്റ്റത്തതാണ് ഗ്രാജുവൽ ഇംപ്ലിമെൻറ്റേഷൻ. എന്താണ് ഗ്രാജുവൽ ഇംപ്ലിമെൻറ്റേഷൻ? ഗ്രാജുവൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു ലോഞ്ച് ദി എൻറ്റയർ മാസീവ് സിസ്റ്റം ഓൾ അറ്റ് വൺസ്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് സ്മോൾ സിമ്പിൾ പാർട്ട് ആൻഡ് ആഡ് മോർ ഫീച്ചേഴ്സ് ലേറ്റർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പുതിയൊരു സിസ്റ്റമോ ആപ്പോ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ആളുകൾക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് എന്ത് ചെയ്യും? പതുക്കെ ആയിരിക്കും ഓരോ ഫീച്ചേഴ്സിൽ കൊണ്ടുവരുന്നത്. നിങ്ങളൊക്കെ ആപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമല്ലോ. ഇപ്പോൾ ഒരു സ്റ്റോറി എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വേഗം ക്യാച്ച് ചെയ്യും. പ്രിയ ഒരു കൺസ്ട്രക്ഷൻ ഫേമിലാണുള്ളത്. HR ഡയറക്ടറായിട്ടാണ് പ്രിയ അവിടെ ഉള്ളത്. പ്രിയ എന്ത് ചെയ്തു? ഇതുപോലെ ഈ HRM അവിടെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്തു? പേറോൾ സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ പേറോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പേയ്മെൻറ്റ്, അവരെ ശമ്പളം കിട്ടുന്നത് കറക്റ്റ്ലി ഓൺ ടൈം കിട്ടാൻ വേണ്ടിയിട്ട് പേറോൾ സിസ്റ്റമാണ് ആദ്യം നമ്മുടെ ഈ HRM ആപ്പിൽ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? എല്ലാവർക്കും ആ ആപ്പൊക്കെ കറക്റ്റായി ക്ലിയറായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അടുത്ത ഫീച്ചർ എന്ത് ചെയ്തു? പ്രിയ അതിൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. പെർഫോമൻസ് റിവ്യൂ മൊഡ്യൂൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീച്ചേഴ്സ് ഒരു 6 മാസത്തിന് ശേഷം അങ്ങനെ ഗ്രാജുവലി പതുക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അത് കൊണ്ടുവരിക, അത് റെഡിയാക്കി കൊണ്ടുവരിക എന്നുള്ളൊരു അഡ്വാൻറ്റേജസ് എന്തിലുണ്ട്? ഈ HRMൽ ഉണ്ട്. അപ്പോൾ ഗ്രാജുവൽ ഇംപ്ലിമെൻറ്റേഷൻ, വി ഡോണ്ട് ഹാവ് ടു ലോഞ്ച് ദി എൻറ്റയർ മാസീവ് സിസ്റ്റം ഓൾ അറ്റ് വൺസ്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് സ്മോൾ സിമ്പിൾ പാർട്ട് ആൻഡ് ആഡ് മോർ ഫീച്ചേഴ്സ് ലേറ്റർ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ ഓരോ അഡ്വാൻറ്റേജും നിങ്ങളൊരു സ്റ്റോറി പോലെ ഈ പ്രിയയുടെ എക്സാമ്പിൾ ആലോചിച്ച് വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ഫസ്റ്റത്തെ പോയിൻ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഗ്രാജുവൽ ഇംപ്ലിമെൻറ്റേഷൻ.
ഇനി അടുത്ത സെക്കൻഡ് വണ്ണാണ് അഡാപ്റ്റബിലിറ്റി ടു എനി ക്ലൈൻറ്റ്. എന്താണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ, ഓറ എന്ന് പറഞ്ഞൊരു കമ്പനി, ഓക്കെ, ഒരു ടെക് കമ്പനിയാണ്. അവർക്ക് HR സിസ്റ്റം വേണം. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഹയറിങ്ങും ആളുകൾ എടുക്കാനും സ്റ്റോക്ക് ഓപ്ഷൻസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. പക്ഷെ വേറൊരു കമ്പനി, ലോക്കൽ ആയിട്ടുള്ള മെഗാ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രോസറി ചെയിൻ, സൂപ്പർ മാർക്കറ്റ് ടൈപ്പ്, അവർക്കും എന്ത് വേണം? അവർക്ക് അവരുടെ വർക്കേഴ്സിൻ്റെ ഷിഫ്റ്റ് നിർണ്ണയിക്കുന്നതും അതുപോലെ തന്നെ യൂണിയൻ്റെ റൂൾസും അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർക്കും എന്ത് വേണം? കുറേ ഓപ്ഷൻസും ഫീച്ചേഴ്സ് വേണം. അപ്പോൾ ഈ HRM പ്രൊവൈഡ് ചെയ്യണം, ഈ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ പ്രൊവൈഡർ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? ഓരോ കമ്പനിക്ക് അനുസരിച്ചിട്ടും എല്ലാം സെറ്റിങ്സും റെഡിയാക്കി വെക്കും. അതായത് ഓരോ ക്ലയൻറ്റിനനുസരിച്ചിട്ട് അവരെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട്, ഇപ്പോൾ ചെറിയൊരു സ്മോൾ ടെക് കമ്പനി ആണെങ്കിലും വലിയൊരു ലാർജ് റീറ്റെയിലർ ആയിട്ടുള്ള, ഇപ്പോൾ ഈ മെഗാ മാർട്ട് ഗ്രോസറി ചെയിൻ ആണെങ്കിലും ആർക്കും ഏത് ക്ലയൻറ്റിനും ഇതെന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. അഡാപ്റ്റബിലിറ്റി ടു എനി ക്ലയൻറ്റ്, ആർക്കും ഇതെന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് ഇതുള്ളത്. അതുകൊണ്ടാണ് അതൊരു അഡ്വാൻറ്റേജോ ബെനിഫിറ്റായിട്ടോ ഇതിൻ്റെ ഗുണമായിട്ടോ കണക്കാക്കുന്നത്. അപ്പോൾ അഡാപ്റ്റബിലിറ്റി ടു എനി client, the software is flexible enough to be customized and work for any kind of company, no matter its size, industry or specific rules. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിരിക്കുമ്പോൾ നിങ്ങൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഓർത്ത് വെക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഈ പോയിന്റ് എഴുതുക, അഡാപ്റ്റബിലിറ്റി ടു എനി ക്ലൈൻറ്റ്. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ആസ് ദ ബേസിസ് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. എന്താണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേഗം ക്യാച്ച് ചെയ്യും. ഇപ്പോൾ ഒരു കമ്പനി, ഒരു വലിയൊരു ഡെലിവറി കമ്പനി, സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനി, അവർക്ക് ഭയങ്കര ടെൻഷൻ. എന്താണ്? അവരുടെ കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് സ്റ്റാഫ് ടേൺ ഓവർ ഉണ്ടാവുക. സ്റ്റാഫ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫുകളെ ഇടയിൽ വെച്ചിട്ട് പണി നിർത്തി പോവുക, കംപ്ലീറ്റ് ചെയ്യാണ്ടൊക്കെ പോവുക, അവർ ജോലി ഉപേക്ഷിച്ചിട്ട് പോവുക. അതിനാണ് സ്റ്റാഫ് ടേൺ ഓവർ എന്ന് പറയുക. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ സ്റ്റാഫ് ടേൺ ഓവർ നോക്കുമ്പോൾ എന്താണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ HRM സിസ്റ്റം എന്ത് ചെയ്യും? ഇത് കംപ്ലീറ്റ്ലി ഒന്ന് ഇവർ ഡാറ്റ എടുത്തിട്ട് നോക്കും, എവിടെയാണ് കൂടുതൽ ഡ്രൈവേഴ്സ് എന്ത് ചെയ്യണത്. ഇതൊരു ഡെലിവറി കമ്പനി അല്ല, അപ്പോൾ അവിടെ ഡ്രൈവേഴ്സിനുള്ള ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഏത് സിറ്റിയിലാണ്, ഏത് ഭാഗത്താണ് കൂടുതൽ ജോലി ചെയ്യുന്ന ഡ്രൈവേഴ്സ് ജോലി ഉപേക്ഷിച്ചിട്ട് പോകണമെന്ന് അവരൊരു ഡാറ്റ ഇതിൽ നിന്ന് എടുക്കും. അതേപോലെ തന്നെ അവിടെയുള്ള ലോങ്ങസ്റ്റ് ഡെലിവറീസ് റൂട്ട് ഏതാണെന്ന് നോക്കും. അല്ലെങ്കിൽ ചെറിയ ശമ്പളം കൊടുക്കുന്നത്, ആ റൂട്ടിലുള്ള ശമ്പളം നോക്കിയാൽ ഇതെല്ലാം വെച്ചിട്ട് ഒരു ഡാറ്റ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് മനസ്സിലാവും, ഇന്ന റൂട്ടിലാണ്, ഇന്ന ഡ്രൈവേഴ്സിനാണ് അവിടെ പ്രശ്നം വരുന്നത്, അവിടെ ഉള്ളവരാണ് എന്ത് ചെയ്യണത്? ജോലി ഉപേക്ഷിച്ചിട്ട് പോണത് എന്ന് മനസ്സിലാവും. ടേൺ ഓവർ വരുന്നത് അവിടെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും അവിടുത്തെ അഡ്ജസ്റ്റ് ചെയ്ത്, ആ റൂട്ടിലുള്ള ആളുകളെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ പിടിച്ചിട്ടോ ടേൺ ഓവർ പ്രോബ്ലം എന്ത് ചെയ്യും? അവർ ഫിക്സ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന, അപ്പോൾ അതൊരു സൊല്യൂഷൻ ആയില്ലേ. അപ്പോൾ അത്തരത്തിൽ അതിനെയാണ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ആസ് എ ബേസിസ് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. അവരൊരു തീരുമാനം എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഈ ടേൺ ഓവർ പ്രോബ്ലം എന്ത് ചെയ്യാണ്? മാറ്റുകയാണ്. അപ്പോൾ അതിനും ഇതൊരു അഡ്വാൻറ്റേജാണ് ഈ HRM. കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആസ് എ ബേസിസ് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, വളരെ ലോങ് പീരിയഡിന് വേണ്ടിയിട്ട്, അതായത് ഇന്നൊക്കോ നാളെക്കോ തരാൻ വേണ്ടിയില്ല, അത് കമ്പനിയുടെ വലിയൊരു ഗുണമായിട്ട് മാറും. ലോങ് പീരിയഡിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസിഷനായി മാറും. അത്തരത്തിലുള്ള ആ റൂട്ടിലുള്ള ഡ്രൈവേഴ്സിൻ്റെ അവരെ ശമ്പളത്തിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂസൊക്കെ ക്ലിയർ ആക്കി പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഡാറ്റ അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ HRMൽ കൂടെയാണ് അവർക്ക് ഈ ഡാറ്റ കിട്ടുന്നത്. ദ സിസ്റ്റം ഗ്യാദേഴ്സ് ഓൾ എംപ്ലോയി ഡാറ്റ ഇൻ വൺ പ്ലേസ്, allowing leaders to use this complete information to make smart long-term decisions about the company's future. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിൻ്റാണ് ഇൻറ്റഗ്രൽ സപ്പോർട്ട് ഫോർ ദി മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഓൾ അതർ ബേസിക് ആൻഡ് സപ്പോർട്ട് പ്രോസസ് വിതിൻ ദി കമ്പനി. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വലിയൊരു കമ്പനി, ആ കമ്പനിയിൽ ഒരു പുതിയ എംപ്ലോയി വരികയാണ്, മാർക്കോസ്. അപ്പോൾ മാർക്കോസ് വന്നു കഴിഞ്ഞപ്പോൾ HR മാനേജർ എന്ത് ചെയ്തു? മാർക്കോസിൻ്റെ വന്ന ഡേറ്റ്, മാർക്കോസിനെ ഹയർ ചെയ്ത ഡേറ്റ് എന്ത് ചെയ്യണം? നമ്മുടെ HRM സിസ്റ്റത്തിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എന്ത് സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി എല്ലാ നോട്ടിഫിക്കേഷൻസ് വരും. അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ഉടനെ മാർക്കോസിൻ്റെ സാലറി സെറ്റപ്പ് ആക്കും. IT ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ഇമെയിലും ലാപ്ടോപ്പ് ലോഗിനും എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് അത് സെറ്റാക്കും. മാർക്കോസിൻ്റെ മാനേജർ എന്ത് ചെയ്യും? മാർക്കോസിൻ്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കും. അങ്ങനെ അത്തരത്തിൽ എല്ലാ സെക്ഷനിൽക്കും എന്ത് ചെയ്യും? അപ്ഡേഷൻ വരികയാണ്. അപ്പോൾ വളരെയധികം ഈസി ആയിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ നടക്കും. ഒരു ഇൻറ്റഗ്രൽ സപ്പോർട്ട് വരും. ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഏകീകരിച്ച എല്ലാവർക്കും ഒരേപോലെ എന്ത് ചെയ്യും? ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഏകീകരിക്കുക എന്നാണ്. ഇൻറ്റഗ്രൽ സപ്പോർട്ട് വരും.
ആർക്ക്? മാനേജ്മെൻറ്റിന്. അതേപോലെ തന്നെ ബേസിക് സപ്പോർട്ടും എല്ലാം അക്രോസ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും എന്ത് വരും? സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം സ്പീഡി കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു അഡ്വാൻറ്റേജാണ് ഈ HRMൻ്റെ. Integral support for the management of human resources and all other basic and support process within the company. The HRM doesn't just manage HR, it connects with other departments like finance for payroll, IT for access, providing seamless support across the entire company. അതായത് ഫിനാൻസ് സെക്ഷനാണ്, കാശ് സംബന്ധമായത് ഫിനാൻസ് സെക്ഷൻ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരെന്ത് ചെയ്യും? പേറോള്, ശമ്പളത്തിൻ്റെ കാര്യം അത് സെറ്റാക്കും. അതേപോലെ തന്നെ IT ആക്സസ് എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കോസിൻ്റെ ലോഗിൻ ID, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമെയിൽ എല്ലാം അപ്ഡേറ്റ് ആക്കും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത അഡ്വാൻറ്റേജാണ് പ്രോംപ്റ്റ് ഇൻസൈറ്റ് ഇൻറ്റു റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ്. എന്താണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലത്തെ ഒരു ഹെഡ്, അയാൾക്ക് അറിയണം എത്ര എംപ്ലോയീസ് ഈ ഫാക്ടറിയിലുള്ള എത്ര എംപ്ലോയീസ് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ സേഫ്റ്റി ട്രെയിനിങ് എടുത്തിട്ടുണ്ടെന്ന് അയാൾക്കറിയണം. അപ്പോൾ അതറിയണമെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? HR ആക്ഷൻ വരും. അതായത് ഇപ്പോൾ പണ്ടത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ഇദ്ദേഹം പോയിട്ട് അറ്റൻഡൻസ് ഷീറ്റ് എടുത്ത് അതിൽ നോക്കി ആരൊക്കെ ട്രെയിനിങ് എടുത്തു, ടിക്ക് ചെയ്തത്, മാർക്ക് ചെയ്തത്, അങ്ങനെ അങ്ങോട്ട് ടൈം പോകും അല്ലേ? പക്ഷേ ഇപ്പം എന്താണ്? ഉടനെ HRMൽ അങ്ങോട്ട് കയറി കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്തെന്ന് ഒക്കെ ഒരു ചാർട്ട് കാണിക്കും. അതിൽ കളർ ചെയ്തിട്ടുണ്ടാവും കംപ്ലീഷൻ റേറ്റ്, ഇത്ര പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര പേര് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടിംഗ് അനാലിസിസ് എന്ത് ചെയ്യും? കിട്ടും. അതൊരു പ്രോംപ്റ്റ് ഇൻസൈറ്റാണ്. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇൻസൈറ്റ്, അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എന്ത് ചെയ്യും? ഇദ്ദേഹത്തിന് റിമൈൻഡർ അയക്കാൻ പറ്റും ബാക്കിയുള്ള വർക്കേഴ്സിന്, ഇത് ഇത്ര ആൾക്കാർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാട്ടാണ്. അപ്പോൾ അടുത്ത അഡ്വാൻറ്റേജാണ് പ്രോംപ്റ്റ് ഇൻസൈറ്റ് ഇൻ ടു റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ സിസ്റ്റം ക്യാൻ ക്വിക്ക്ലി ജനറേറ്റ് റിപ്പോർട്ട്സ് ആൻഡ് അനലൈസ് ഡാറ്റ, ഗിവിംഗ് മാനേജേഴ്സ് ഫാസ്റ്റ് ആൻഡ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ദെയർ വർക്ക് ഫോഴ്സ്. ഇനി അടുത്ത അഡ്വാൻറ്റേജാണ് എ മോർ ഡൈനാമിക് വർക്ക് ഫ്ലോ ഇൻ ദി ബിസിനസ് പ്രോസസ്സ്. എന്താണ്? ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കമ്പനിയിലത്തെ പ്രൊജക്റ്റ് ഹെഡ് സാറക്ക് എന്ത് ചെയ്യണം? റിക്വസ്റ്റ് ചെയ്യണം. വെക്കേഷൻ ഹോളിഡേയ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സാറക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക? പണ്ടത്തെ പ്രൊസീജിയർ അനുസരിച്ച് എന്ത് ചെയ്യണം? സാറ് പോയിട്ടൊരു ഫോം പ്രിൻറ്റ് ചെയ്യണം, പിന്നെ മാനേജറിനെ കാണണം, പിന്നെ സൈൻ മേടിക്കണം, പിന്നെ HRൻ്റെ അടുത്ത് നടക്കണം, ഇങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ നമ്മുടെ ഈ HR വന്നതോടുകൂടി എന്താ സംഭവിക്കുക? പെട്ടെന്ന് തന്നെ സാറ് എന്ത് ചെയ്യും? ഇതിൽ സബ്മിറ്റ് ചെയ്യും. റിക്വസ്റ്റ് ആപ്പിൽ സബ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഉടനെ ഈ റിക്വസ്റ്റ് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മാനേജറിന് എന്ത് ചെയ്യും? പോകും. ഉടനെ മാനേജർ ഇലക്ട്രോണിക്കലി അപ്രൂവൽ കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ലീവിൻ്റെ ബാലൻസ് എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സാർക്ക് ഇനി ലീവ് എടുക്കാൻ പറ്റുമോ, എടുക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ എത്ര ഉണ്ട്, എല്ലാം ഓട്ടോമാറ്റിക്കലി അതിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇതിന് എന്താ പറയുക? മോർ ഡൈനാമിക് വർക്ക് ഫ്ലോ ഇൻ ദി ബിസിനസ് പ്രോസസ്സ് എന്നാണ് പറയുക. അതായത് ഈ എൻറ്റയർ അപ്രൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഈ മൊത്തത്തിൽ ഈ അപ്രൂവൽ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് ജസ്റ്റ് മിനിറ്റുകൾ മാത്രം മതി ഇൻസ്റ്റെഡ് ഓഫ് ഡേയ്സ്. അതായത് ദിവസങ്ങളെടുക്കില്ല, വളരെയധികം മിനിറ്റ്സ് കൊണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്തു? തീരുമാനമായി. അപ്പോൾ അതിനെയാണ് പറയുക മോർ ഡൈനാമിക് വർക്ക് ഫ്ലോ ഇൻ ദി ബിസിനസ് പ്രോസസ്. ദി സിസ്റ്റം ഡിജിറ്റൈസസ് ആൻഡ് ഓട്ടോമേറ്റ്സ് ടാസ്ക്സ്, മേക്കിംഗ് റുട്ടീൻ വർക്ക് ഫാസ്റ്റർ, മോർ ഫ്ലെക്സിബിൾ ആൻഡ് ലെസ് റിലയൻറ്റ് ഓൺ സ്ലോ മാനുവൽ സ്റ്റെപ്സ്. ഇനി അടുത്ത 2 ബെനിഫിറ്റും കൂടി ഉള്ളത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർലെസ് ഓഫീസായി മാറും. അതായത് പേപ്പറിൻ്റെ വർക്ക് അധികം കുറയും, കാരണം എല്ലാം ആപ്പിൽ കൂടെയാണ്. അതേപോലെ തന്നെ ലോവർ ബിസിനസ് കോസ്റ്റ് വരും. ലോവർ ബിസിനസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്ന കാശ് കോസ്റ്റ് എന്ത് ചെയ്യും? അത് താരതമ്യേന കുറയും. ഇപ്പോൾ പേപ്പർ കുറച്ചാൽ തന്നെ പേപ്പറിൻ്റെ കാശ് ലാഭിക്കാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റുകൾ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്വാൻറ്റേജസ് ഓഫ് HRM അഥവാ ഇലക്ട്രോണിക് HRM. ഇത് ഷോർട്ട് എസ്സേ ആയിട്ടോ essay ആയിട്ടോ ഒക്കെ പ്രതീക്ഷ. ഇപ്പോൾ ഈ HRM എന്താണെന്ന് മാനേജ്മെൻറ്റിൻ്റെ ഒരു essay വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ HRM എന്താണെന്ന് എഴുതണം. പിന്നെ അതിന് ശേഷം വേണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു പോവുക. essay ഓർ ഷോർട്ട് എസ്സേയിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം HRIS. ഇത് 2022 ലോങ് എസ്സേ ആയിട്ട് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2021 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2022 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് HRIS. എന്താണ് HRIS?
അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഈ HRM-ഉം HRIS-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ആദ്യം ഒന്ന് പറയാം. കാരണം ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്, ഈ HRM-ഉം HRIS-ഉം. കാരണം രണ്ടും സിസ്റ്റം റിലേറ്റഡ് ആണ്, ഇലക്ട്രോണിക് ആണ്, ഒക്കെ കൂടി വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. HRIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂളാണ്, സത്യത്തിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഈ HRM, ഇലക്ട്രോണിക് HRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ, ദ വേ യു യൂസ് ദ ഇൻ്റർനെറ്റ്, എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ HRM. അതായത് ആ സർവീസ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഈ HRM. HRIS എന്ന് പറഞ്ഞ ഒരു ടൂളാണ്, അതാണ് സോഫ്റ്റ്വെയർ. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ HRM യൂസ് ചെയ്യണത്. HRIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ഡാറ്റാബേസ് ആണ്, ഒരു സിസ്റ്റമാണ്. എന്ത്, എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു എംപ്ലോയിയുടെ എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്ത് വെക്കും. അവരുടെ പേര്, അവർക്കുള്ള സാലറി, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ ട്രെയിനിങ് ഹിസ്റ്ററി, അവരുടെ ബെനിഫിറ്റ്, അങ്ങനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു ഡിജിറ്റലായിട്ട് നമ്മൊരു ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ, ഒരു കബോർഡിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കണ പോലത്തെ സംഭവമാണ് HRIS. HRIS എന്ന് ആലോചിക്കുമ്പോൾ ഒരു ക്യാബിനറ്റ് എന്ന് ആലോചിക്കുക, കബോർഡ്, ഒരു ഡിജിറ്റലായിട്ടുള്ള കബോർഡ് എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ബ്രെയിൻ ഓഫ് ദി HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. അവിടെയാണ് നമ്മൾ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ഡാറ്റാബേസ് സിസ്റ്റമാണ് എന്ത്, HRIS. ഈ HRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് ബേസ്ഡ് ടെക്നോളജിയാണ്. അതായത് ഇൻ്റർനെറ്റ്, കമ്പനിയുടെ പോർട്ടൽസ്, ആപ്പ്, വീഡിയോ കോൺഫറൻസിങ്, ഇതെല്ലാം എന്തിന്, നമുക്ക് കാര്യങ്ങളൊക്കെ ഡെലിവർ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നടത്താൻ വേണ്ടിയിട്ടും. അതായത് എങ്ങനെയാണ് HR ആക്സസ് ചെയ്യാവുന്നത്, എങ്ങനെയാണ് ഡിജിറ്റലി യൂസ് ചെയ്യാവുന്നതാണ് ഈ HRM. മറ്റേത് HRIS എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ക്യാബിനറ്റ്, സ്റ്റോർ ചെയ്യണത് എല്ലാവരും എംപ്ലോയീസിൻ്റെ ഡാറ്റ കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നതാണ് HRIS. അപ്പോൾ HRIS, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം, ഈസ് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം ഓർ ഡാറ്റാബേസ് that human resources uses to store, manage and process all employee related data. It helps the managers to make for decision making, for promotion, for wage fixing, for recruitment, for training and development. ഇതെല്ലാത്തിനും, അതായത് ശമ്പളം ഫിക്സ് ചെയ്യാനും പ്രൊമോഷൻ, റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ്, എല്ലാത്തിൻ്റെയും കാര്യങ്ങളും ഡിസിഷൻ എടുക്കാൻ ഈ HRIS ആണ് മാനേജറിന് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. എംപ്ലോയീസിൻ്റെ ഏജ്, എംപ്ലോയീസിൻ്റെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകൾ, അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള അവരുടെ കഴിവുകൾ, അതേപോലെ തന്നെ അവരുടെ പേ സ്കെയിൽസ്, അവർക്ക് എത്രയാണ് പേയ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത്, HRIS, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് HRIS ചെയ്യണത്? ഇറ്റ് മെയിൻറ്റെയിൻസ്, കളക്ട്സ് ആൻഡ് അനലൈസസ് ഡാറ്റ റിലേറ്റഡ് ടു എംപ്ലോയീസ് സ്കിൽസ്, പേ, ട്രെയിനിങ്, ക്വാളിഫിക്കേഷൻസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി. ഇറ്റ് ആക്ട്സ് ആസ് എ ഡിസിഷൻ സപ്പോർട്ട് system, helping managers with decisions like recruitment, promotion and wage fixing. ഇതൊക്കെയാണ് HRIS ചെയ്യുന്നത്. അപ്പോൾ HRIS എന്ന് പറഞ്ഞ ഒരു ടൂളാണ്, ഒരു സോഫ്റ്റ്വെയർ എന്ന് ആലോചിക്കുക, ഇത്തരം കാര്യങ്ങൾ, ഒരു ക്യാബിനറ്റ് എന്ന് ആലോചിക്കുക, ഒരു കബോർഡ് എന്ന് ആലോചിക്കുക, എന്ത്, ഡിജിറ്റൽ കബോർഡ്, എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കണം. എംപ്ലോയിയുടെ എല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത്, HRIS. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ എഴുതുക. ഇത് ഒരു എസ്സേറ്റ് വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഇനി ഒരു ചെറിയൊരു എക്സാമ്പിൾ സ്റ്റോറി പറഞ്ഞുതരാം. സാറ മാനേജറാണ്, സാറേട്ട ഒരു കമ്പനിയിലത്തെ. അപ്പോൾ സാർക്ക് പെട്ടെന്ന് തന്നെ അറിയണം എൻ്റെ കമ്പനിയിൽ ആരാണ് ഉടനെ ട്രെയിനിങ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ നല്ല ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളാരാണ്, എനിക്കൊരു സഡനായിട്ടൊരു പ്രൊമോഷൻ കൊടുക്കണം അയാൾക്ക്. അപ്പോൾ സാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നില്ല, സാർക്ക് ഇങ്ങനെ പഴയതുമാതിരി പേപ്പർ ഫോൾഡേഴ്സൊക്കെ എടുത്ത് തപ്പി പിടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരാണ് ട്രെയിനിങ് എടുത്തത്, ടിക്ക് ഇട്ടത്, മാർക്ക് ഇട്ടത് ഒന്നും നോക്കണ്ട. സാറ് ഉടനെ എന്ത് ചെയ്യും, HRISലേക്ക് ലോഗിൻ ചെയ്യും. എന്നിട്ട് ഫുള്ള് റിപ്പോർട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ക്വിക്കലി എന്ത് ചെയ്യും, ഒന്ന് നോക്കും. അപ്പം തന്നെ എന്ത് ചെയ്യും, ഡാറ്റ കിട്ടും. അതായത് അവരുടെ ടീമിലുള്ളവരുടെ എബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻസ്, അവരുടെ പൊട്ടൻഷ്യൽ, കഴിവുകൾ എല്ലാം പെട്ടെന്ന് തന്നെ സാർക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ സാർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും, ആർക്കാണ് ഇതിൽ പ്രൊമോഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് HRISൻ്റെ ഒരു ബെനിഫിറ്റ്. HRIS കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ഇതാണ്, പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് കഴിയും.
ഇനി ഈ എച്ച് ആർ എമ്മും എച്ച് ആർ ഐസും തമ്മിലുള്ള ഡിഫറൻസ് ഇത് ചോദിച്ചിട്ടൊന്നുമില്ല എക്സാമിന്, പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എച്ച് ആർ എം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും, എച്ച് ആർ ഐസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈ എച്ച് ആർ എം ഇലക്ട്രോണിക് എച്ച് ആർ എം എന്നാണ്, അതൊരു സ്ട്രാറ്റജി കോൺസെപ്റ്റാണ് ഓഫ് ഡൂയിങ് എച്ച് ആർ ഓൺലൈനിൽ ചെയ്യുന്നത്. പക്ഷേ എച്ച് ആർ ഐസ് എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റാണ് ഈ എച്ച് ആർ എം. അതേപോലെ തന്നെ എൻറ്റയർ ഫിലോസഫി ഓഫ് യൂസിങ് വെബ് ബേസ്ഡ് ടെക്നോളജിയാണ് എന്ത് ഈ എച്ച് ആർ എം, അതായത് ഇൻ്റർനെറ്റോ ആപ്പോ അതൊക്കെയാണ് ഈ എച്ച് ആർ എമ്മിൽ വരുന്നത്. എച്ച് ആർ ഐസ് എന്ന് പറഞ്ഞ ഒരു ഡാറ്റാ ബേസാണ്, ഞാൻ പറഞ്ഞില്ല ഒരു കബോർഡ് പോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത് എച്ച് ആർ ഐസ്, ഡാറ്റാ ബേസ് ആൻഡ് കോർ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ദാറ്റ് സ്റ്റോഴ്സ് ഓൾ എംപ്ലോയി ഡാറ്റ, സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത് എച്ച് ആർ ഐ എസ്. ഇനി ഇവിടെ ഈ എച്ച് ആർ എമ്മിൽ എന്താണ്, ഓൾ കവേഴ്സ് ഓൾ ഡിജിറ്റൽ എച്ച് ആർ എഫേർട്സ്, എംപ്ലോയി സെൽഫ് സർവീസ്, ഓൺലൈൻ ട്രെയിനിങ്, വിർച്വൽ മീറ്റിംഗ്സ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യണത് ഈ എച്ച് ആർ എമ്മിൽ കവർ ചെയ്ത് പോണത്. പക്ഷേ ബ്രോഡും നാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രോഡാണ് ഈ എച്ച് ആർ എമ്മിൽ. നാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രൈമറിലി എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോറേജിലാണ് എച്ച് ആർ ഐസിൽ. പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സിങ് ആൻഡ് റിപ്പോർട്ടിംഗ്, പേ റോൾ ബെനിഫിറ്റ്സ്, അഡ്മിനിസ്ട്രേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത് എച്ച് ആർ ഐസിൽ വരുന്നത്. ഇതും തമ്മിൽ എച്ച് ആർ ഐസും ഈ എച്ച് ആറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനിയും ഇമ്പോർട്ടൻ്റ് എസ്സേസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ എച്ച് ആർ എം, പ്രാക്ടീസസ് ഓഫ് ഗ്രീൻ എച്ച് ആർ എം, സ്കോപ്പ് ഓഫ് എച്ച് ആർ എം, ഫങ്ഷൻസ് ഓഫ് എച്ച് ആർ എം, മെത്തേഡ്സ് ഓഫ് ജോബ് അനാലിസിസ്, മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ, പ്രോസസ് ഓഫ് സെലക്ഷൻ, മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് എസ്സേസ് ആണ്, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എസ്സേസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ ഇനി കമൻറ്റ് ബോക്സ് ഒന്നും നോക്കണം എപ്പോഴും, കാരണം വീഡിയോയിൽ എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലായിരിക്കും ക്ലിയർ ആയിട്ടുണ്ടാവാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തുക, അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കിട്ടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നന്നായി പഠിക്കുക. ഇത് 5th സെമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്രൂഷ്യൽ ടൈമാണ്. കുറച്ച് ടൈം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് പഠിച്ച് റെഡിയായി പാസ്സായി വരാൻ പറ്റും. അതുപോലെ തന്നെ വീഡിയോസൊക്കെ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, വേണ്ടവർ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.